അനന്തൻ സിനിമാ മേഖലയെ ആകെ പിടിച്ചുകുലുക്കിയ, സർക്കാരിനെ വലിയ തോതിൽ സമ്മർദ്ദത്തിലാക്കിയ അനവധി വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിലാണ് അന്വേഷണ സംഘം തന്നെ രൂപീകരിക്കപ്പെട്ടത്. അതിനുശേഷം മേഖല തിരിച്ച് അന്വേഷിക്കുന്നതിനടക്കമുള്ള തീരുമാനം ആയിരിക്കുന്നു. ആർക്കൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് അന്വേഷണ ചുമതല? ഇന്ന് ചേരുന്ന യോഗത്തിന്റെ പ്രധാന അജണ്ട എന്താണ്? മധു, സിനിമാ മേഖലയിലെ വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താൻ നിയോഗിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ യോഗമാണ് ഇപ്പോൾ പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. സംസ്ഥാന പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബാണ് ഈ യോഗം വിളിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് യോഗം. ഈ യോഗത്തിൽ ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷ്, അതിനൊപ്പം തന്നെ ഈ അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ട 6 ഉദ്യോഗസ്ഥരും നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഇന്റലിജൻസ് മേധാവി മനോജ് എബ്രഹാമും ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഏതാണ്ട് അരമണിക്കൂറിൽ കൂടുതലായി യോഗം ആരംഭിച്ചിട്ട്. ഈ യോഗത്തിൻ്റെ പ്രധാന ഉദ്ദേശം എങ്ങനെയാണ് ഈ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തേണ്ടത് എന്നുള്ളത് സംബന്ധിച്ചാണ്. FIR രജിസ്റ്റർ ചെയ്യുന്നത്, മൊഴിയെടുക്കുന്നത്, അതിനുശേഷം അന്വേഷണം എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിലൊക്കെയാണ് അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ തയ്യാറാക്കുന്ന ഒരു പ്രധാനപ്പെട്ട യോഗമാണ്. ഈ സർക്കാർ ഈ അന്വേഷണ സംഘത്തെ നിയോഗിച്ച ശേഷം ആദ്യത്തെ യോഗമാണ് അന്വേഷണ സംഘത്തിൻ്റേത്. അതുകൊണ്ട് എല്ലാ ഉദ്യോഗസ്ഥരും, നേരത്തെ ഓൺലൈനായിട്ടൊക്കെ പങ്കെടുക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും എല്ലാ ഉദ്യോഗസ്ഥരും ഈ യോഗത്തിൽ ഇപ്പോൾ നേരിട്ട് പങ്കെടുക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് സംവിധായകൻ രഞ്ജിത്തിനെതിരെയാണ്. ആ രഞ്ജിത്തിനെതിരായ കേസ് എറണാകുളത്താണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആ കേസ് കൂടി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് കൈമാറും. ആ FIR ഇന്ന് തന്നെ കൈമാറുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിനൊപ്പം തന്നെ ആരൊക്കെ പരാതിയുമായി, പുതിയ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട പരാതിയുമായി വരുന്നുണ്ടോ, അവരേതെങ്കിലും മറ്റു ജില്ലകളിലുള്ള SP മാരെയോ അതല്ലെങ്കിൽ കമ്മീഷണർമാരെയോ സമീപിക്കുന്നതെങ്കിൽ അവരുടെ പരാതികളിൽ FIR അതത് സ്റ്റേഷനുകളിലാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അതിനുശേഷം ആ FIR പ്രത്യേക സംഘത്തിന് കൈമാറും. പ്രത്യേക സംഘത്തിലേക്ക് നേരിട്ട് വരുന്ന മൊഴികൾ, അതുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്യുന്നത് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്താണ്. അത് അന്വേഷണ സംഘം തന്നെ അന്വേഷണവും നടത്തുകയും ചെയ്യും. ഇപ്പോൾ മേഖല തിരിച്ച് അന്വേഷണം എന്നുള്ളതാണ് ഈ യോഗത്തിന് മുൻപുള്ള ഏകദേശ ധാരണ. ഈ മധ്യ കേരളം മുതൽ വടക്കോട്ടുള്ള പരാതികൾ അന്വേഷിക്കാൻ പൂങ്കുഴലിക്കും ഒപ്പം തന്നെ ഐശ്വര്യ ഡോങ്ക്രയ്ക്കുമാണ് ചുമതല നൽകിയിരിക്കുന്നത്. അജിത ബീഗവും മെറിൻ ജോസഫുമാണ് തെക്കൻ കേരളത്തിലേക്കുള്ള, അതായത് എറണാകുളത്തിന് തെക്കോട്ടുള്ള ജില്ലകളിൽ ഉണ്ടാവുന്ന പരാതികളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുക. ഇപ്പോൾ അതൊരു ഏകദേശ ധാരണയാണ്. ഏതായാലും 4 വനിതാ IPS ഉദ്യോഗസ്ഥർ തന്നെയാകും ഈ മൊഴികളുമായി ബന്ധപ്പെട്ട അന്വേഷണം പ്രധാനമായും നേതൃത്വം നൽകുക. നിലവിൽ വന്നിരിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി ബന്ധപ്പെട്ട് പ്രാഥമികമായ അന്വേഷണം ആരംഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ ഉദ്യോഗസ്ഥരിൽ പലരും ഇതുവരെ പരാതികൾ ഉന്നയിച്ച അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വെളിപ്പെടുത്തലുകൾ ഉന്നയിച്ച കലാകാരികളെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരുടെ പരാതികൾ ഉണ്ടോ, അതല്ലെങ്കിൽ അവർ മൊഴി നൽകാൻ തയ്യാറാണോ, അവർ എവിടെ, അല്ലെങ്കിൽ അങ്ങനെ തയ്യാറാണെങ്കിൽ എവിടെ മൊഴി നൽകണം എന്നതൊക്കെ സംബന്ധിച്ചുള്ള സന്ദേശങ്ങൾ നൽകിയതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിനൊപ്പം തന്നെ നിലവിൽ വെളിപ്പെടുത്തലുകൾ നടത്തിയതല്ലാതെ പുതിയതായി അല്ലെങ്കിൽ മാധ്യമങ്ങളിലൂടെ അല്ലാതെ നേരിട്ട് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് പരാതി നൽകാനുള്ളവർക്ക് അങ്ങനെയും സമീപിക്കാം. അതിനു വേണ്ടുന്ന ക്രമീകരണങ്ങളും അന്വേഷണ സംഘം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചില പരാതികൾ വരാൻ ആരംഭിക്കുന്നു, അല്ലെങ്കിൽ അതിനുള്ള അണിയറ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. അവരിൽ ചിലർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാതെ അന്വേഷണ സംഘത്തിന് മുന്നിൽ തന്നെ അവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ പരാതി നൽകാൻ തയ്യാറാണ് എന്നുള്ള സന്ദേശം അന്വേഷണ സംഘത്തിന് ലഭിച്ചതായിട്ടാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതായാലും ഈ അന്വേഷണ സംഘത്തിന്റെ യോഗം അല്പസമയത്തിനകം അവസാനിക്കും. അതിനുശേഷം എങ്ങനെയാണ് അന്വേഷണം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് സംബന്ധിച്ചുള്ള കൃത്യമായ ഒരു വ്യക്തതയുണ്ടാകും.